ഹലോ ഗൈസ്, മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാവും നമ്മുടെ പെസ്സിൻ്റെ പുതിയ ഇൻ്റർഫേസ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ നമുക്ക് നാളെ കുറച്ചധികം റിവാർഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ മിക്ക ആൾക്കാരും വിട്ടു പോകുന്ന റിവാർഡുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. അതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ സ്ഥലം ഇല്ലെങ്കിൽ ഇപ്പം തന്നെ സ്ഥലമാക്കി വയ്ക്കുക. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പെട്ടെന്ന് കളിക്കാൻ പറ്റില്ല. അപ്പോൾ വാട്സപ്പ് ടെലഗ്രാം ആവശ്യമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ കളയുക. എന്നിട്ട് നാളെ അപ്ഡേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ റിവാർഡ് എന്ന് പറയുന്നത് നാളെ ചെൽസിയുടെ പാക്ക് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഡിയാഗോസ്റ്റ് ഉണ്ട്, ഹസാർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ കണക്റ്റിൻ്റെ ഇത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഫ്രീ ചാൻസ് ഉണ്ട്. അത് ഷുവറാണ്. ഫ്രീ ചാൻസ്, ഒറ്റ ഫ്രീ ചാൻസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്ട്രാസിൽ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ മെന്നിൽ ഫ്രണ്ട്സായിട്ട് കളിക്കുമ്പോൾ കോയിൻ കളക്ട് ചെയ്ത് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ ഗിഫ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. എക്സ്ട്രാസിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡ് എൻ്റർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ ഈ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടും. ഗെയിം ഓപ്പണും ചെയ്യുക. അപ്പോൾ തന്നെ ഇത് അടിച്ചാൽ നമുക്കൊരു ഫ്രീ ട്രയൽ ഉണ്ടാവും. രണ്ടാമത്തെ റിവാർഡ് എന്ന് പറയുന്നത് റിവാർഡ് എന്നല്ല, നമുക്കൊരു ക്യാമ്പയിൻ ഉണ്ടാവും. നമ്മൾ മുന്നേ റൂബൻ അമീറത്തിൻ്റെ ഒരു ക്യാമ്പയിൻ കളിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കുറച്ചധികം മാച്ച് ഇങ്ങനെ കളിച്ച് ഏറ്റവും അവസാനം എത്തുമ്പോൾ നമുക്ക് മാനേജറിനെ കിട്ടും. അപ്പോൾ ലംബാർഡിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട്, ഓവർലോഡാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പുതിയ പ്ലേയിങ് സ്റ്റൈൽ നമുക്ക് പുതിയ മാനേജർ വെച്ച ഒരു തരാണ് നമുക്ക് അറിയാൻ, എങ്ങനെയാണ് ആ പ്ലേയിങ് സ്റ്റൈൽ നല്ലതാണോ ഇല്ലയോ എന്ന് അറിയാൻ. പിന്നെ കുറച്ച് ഹൈലൈറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. സാധാരണ മാതിരി ബാർസലോണത്തെ ഒരു 3-4 പേരുണ്ട്, യുണൈറ്റഡ് കുറച്ച് പേരുണ്ട്. അപ്പോൾ ഹൈലൈറ്റ് കാർഡ് എന്തോരം ഉണ്ടാവുമെന്ന് അറിയില്ല. പരമാവധി കോയിൻ നിങ്ങൾ എടുക്കാൻ നോക്കുക. പിന്നെ ലംബാർഡിന് ട്രൈ ചെയ്യാം. നമുക്ക് എന്തായാലും ഓവർലോഡ് എന്ന് പറയണ ഈ മാനേജർ എങ്ങനെയുണ്ട് നമുക്ക് നാളെ അറിയാൻ പറ്റും. അപ്പോൾ പരമാവധി ക്യാമ്പയിൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിനൊപ്പം എന്തെങ്കിലും കുറച്ച് കോയിൻസും കുറച്ച് ആവശ്യമുള്ള സംഭവങ്ങൾ കിട്ടും. പിന്നെ വരുന്ന ആന്റണിയോ കോണ്ടയുടെ ഈ ഒരു മാനേജർ പാക്കാണ്. ഇത് ഫ്രീ അല്ല, ഇത് നമുക്ക് പർച്ചേസ് ചെയ്യുന്ന മാനേജർ പാക്കാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വലിയ ഡീറ്റെയിൽസ് ഒന്നുമില്ല. കിട്ടിയത് വെച്ചിട്ട് ഡബിൾ ബൂസ്റ്ററും ഡബിൾ ലിങ്കപ്പ് ഉണ്ടെന്ന് പറയുന്നു. ലിങ്കപ്പിൻ്റെ കേസ് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നാളെ വരുമ്പോൾ അറിയാം. എന്തായാലും നിങ്ങൾ റഷ് ചെയ്തെടുക്കണ്ട, ഒരു മാസം വെയിറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് റിവ്യൂ നമ്മളെന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടമായ മാത്രം എടുക്കുക. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ 2 കാർഡുകളുണ്ട്, 2 പ്രീമിയം ബാക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ യമാനിലെ ഒരു മെസ്സീലാണ്. അപ്പോൾ അന്ന് നമ്മൾ യമാനിലാണ് നോക്കണത്. യമാനിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പോലെ തന്നിട്ടുണ്ടായിരുന്ന ഒരു കാർഡ്, പക്ഷേ അതൊരു 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ പവർ പോയി. അത് ചോദിക്കുമ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും നമുക്ക് നല്ല കാർഡാണെന്ന് പ്രതീക്ഷിക്കാം. നാളെ ഗെയിമിൻ്റെ അപ്ഡേറ്റ് കഴിഞ്ഞ് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഈ കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ റേറ്റിംഗ് വരുന്നു. സാധാ യമാനിലെ പവറിലൊരു കാർഡ്, അംബാസിഡർ ആയതുകൊണ്ട് ഒരു കാർഡ് ഇറക്കാണ്ട് ഒരു മാർക്കില്ല. അപ്പോൾ അങ്ങനെ ഇറക്കിയിട്ടുള്ളൊരു കാർഡാണ്. പക്ഷെ ഒരു സംഭവം സമ്മതിച്ചു കൊടുക്കണം. ആ ജയൻ പ്രോപ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നത് അതൊരു അടിപൊളി സാധനമുണ്ട്. ഇപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മളതിൻ്റെ സ്റ്റാറ്റ് വയ്ക്കുമല്ലോ നമ്മൾ ഗെയിമിൻ്റെ ബാക്കിൽ എന്ന് വെച്ചാൽ ഗെയിമിൻ്റെ ബാക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ പോസ്റ്റിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ സൈഡിലൊക്കെ നമുക്കിത് വെക്കാൻ പറ്റും. ആ ഒരു കാര്യം കിട്ടുന്ന സാധനമുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ബാനറും ഗെയിം തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ്ങിനെ പറ്റി ഇബ്രാഹിമിച്ചൊക്കെ നിൽക്കണ മാതിരത്തെ ഒരു സെറ്റപ്പും കൂടി ഉണ്ട്. ഇത് കൊള്ളാം. ഇനി രണ്ടാമത്തെ പ്രീമിയം കാർഡ് മെസ്സിയുടെ കാർഡാണ്. ഈ കാർഡ് കണ്ടിട്ട് മറ്റേ ഗ്രീസ്മാനൊക്കെ ഉള്ള ടൈം ഉണ്ടായിരുന്നു. മെസ്സി ബാർസലോണ വീടിനാണ് മുന്നുള്ളത്. അപ്പോൾ ആ ഒരു കാർഡാണ്. ഇതിൻ്റെ പവറൊക്കെ എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എന്നാലും ആ ടൈമിൽ ഇത്തിരി മെസ്സി അത്യാവശ്യം ഒരു പീക്ക് മെസ്സി തന്നെയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കാർഡാണെന്ന് തോന്നുന്നു. SS ആണ് വരണത്. എന്നാലും റേറ്റിംഗ് കളിപ്പിക്കാൻ പറ്റും. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അത് നിങ്ങൾ തന്നെ കാണുക, എന്നിട്ട് നിങ്ങൾ പറയും. ഇത് നോക്കിയേ, ഈ ഒരു സ്റ്റാറ്റു അല്ലെങ്കിൽ ഈ പ്രോപ്പ്, ഈ ജായിൻ്റെ പ്രോപ്പ് എന്താ പറയാനുള്ള നിങ്ങൾക്ക്, ഇത്രയ്ക്ക് ഇടില്ല സാധനം വേറെ ഇല്ല. ഇത് ഗെയിമിൻ്റെ സൈഡിൽ ബാക്കിലെ ഫ്രണ്ടിൽ അവിടെ വയ്ക്കാൻ വെച്ചാൽ സംഭവം സെറ്റ് സാധനമാണ്. ഈ ഒരു കാര്യം ഞാൻ സമ്മതിച്ചു കൊടുത്തു. പ്ലസ് ഇനി കുറച്ച് ബാനർ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒരു ജേഴ്സി തരുമെന്ന് പറയുന്നുണ്ട്. യമാനിലാണെങ്കിൽ ഈ ഒരു പാക്കിൽ 2 പേർക്കും ജേഴ്സി ഉണ്ടെന്നാണ് പറയണത്. അങ്ങനെയാണ് കാട്ടിയിട്ടുള്ളത്. നമുക്ക് നാളെ ഗെയിം നോക്കുമ്പോൾ അറിയാം. പിന്നെ നോക്കുകയാണെങ്കിൽ ഡെയിലി ബോക്സ് ഡ്രോ മൊത്തത്തിൽ മാറാൻ പോവാണ്. അബൂമയാങ്ങിൻ്റെ പുതിയ കാർഡാണ് വരാൻ പോകുന്നത്. ഷവേര കാർഡും ലൂയിസ് കാർഡൊക്കെ പോവാണ്. നിങ്ങളുടെ കയ്യിലെങ്ങാനും ബൈ ചാൻസ് ട്രയൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ പരമാവധി കറക്കി നോക്കുക. രാഹുലിന് വേണ്ടി കറക്കാൻ ഞാൻ പറയില്ല, അതെൻ്റെ ഉണ്ട്. പക്ഷേ ഇതൊന്നുമില്ല. പക്ഷേ ലൂയിസ് ഡിയാസും അതുമാതിരി സംബന്ധിച്ച് ഷവേര കാർഡും അടിപൊളി കാർഡുകളാണ്. ഉണ്ടെങ്കിൽ പരമാവധി കറക്കി നോക്കുക.